ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വൈകിട്ട് നമുക്ക് ദൈവവചന പഠനത്തിനായി ഇന്നലയിൽ കൂടിയിരുവാൻ കർത്താവ് അനുവദിച്ച ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പകലിൽ ശക്തമായ ഒരു മഴ നമുക്ക് ലഭിച്ചു. ഒരുപക്ഷെങ്കിൽ അപകടകരമാകുമെന്ന് കരുതിയ ഒരു മഴയാണ്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രത്യാഘാതമുണ്ടായോ എന്ന് അറിയത്തില്ല. എങ്കിലും നമുക്ക് മീറ്റിങ്ങിന് കടന്നു വരുവാൻ യാതൊരു പ്രയാസവുമില്ലാത്ത നിലയിൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് മഴയൊക്കെ മാറി ഇത്രയും പേർക്ക് സന്തോഷത്തോടെ കടന്നു വരുവാൻ കർത്താവ് അനുവദിച്ചു എന്നതിനെ ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കുള്ള ഒരു മഹാപുരോഹിതനായി കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട് എന്നുള്ളത് ഏത് സമയവും ദൈവസന്നിധിയിൽ വരുവാൻ നമുക്ക് ധൈര്യം നൽകുന്നു. അങ്ങനെ അല്പസമയം ദൈവസന്നിധിയിൽ തന്നെ വളരെ പ്രാഗൽഭ്യമുള്ളവരായി കർത്താവ് പിതാവിൻ്റെ അടുക്കലുണ്ട് എന്നുള്ള ആ പ്രാഗൽഭ്യത്തിലും ധൈര്യത്തിലും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോൾ തന്നെ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ നാൾ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെയും നമ്മിൽ വസിക്കുന്നവനായ, നമ്മിൽ മുദ്രയിട്ടിരിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. അവിടുന്നാണ് ഏറ്റവും വലിയ ടീച്ചർ, ഉപദേഷ്ടാവ്. അപ്പോൾ ദൈവാത്മാവ് തന്നെ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളായി നമ്മൾ തിമോഥെയോസിൻ്റെ ലേഖനമാണല്ലോ പഠിച്ചു വരുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിലാണ് ഇപ്പോഴും നാം നിൽക്കുന്നത്. 1-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് അവിടുത്തെ വിഷയമെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ചില ചോദ്യങ്ങൾ നാം വായിച്ച വേദഭാഗത്തോട് ചോദിച്ചുകൊണ്ടാണ് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വായിച്ചു വരുന്നവർക്ക് ഈ കാര്യങ്ങൾ ഒരു ആഴ്ചയുടെ ഗ്യാപ്പുണ്ട് എന്ന് വരികിലും പറയുമ്പോൾ അത് കുറേ കൂടെ വ്യക്തമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും വായിച്ച് ഈ ഭാഗങ്ങൾ ഹൃദയസ്ഥമാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെയുള്ള മുന്നറിയിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്ന കൂട്ടത്തിൽ പല ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുകയുണ്ടായി. അതിലേക്കൊന്നും വീണ്ടും ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ചോദ്യമാണ് തിമോഥെയോസ് എഫെസോസിൽ താമസിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളത്. അത് നമ്മൾ കണ്ടു. ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്, അതെ, ഈ ചിലരാരാണെന്ന് അവിടെ കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വിശദീകരണം അവിടെ നൽകിയിട്ടുണ്ട്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണം തെറ്റായി ഉപദേശിക്കുന്നവരോട് ആജ്ഞാപിക്കേണ്ടതിന്. അതിനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദുരുപദേശം എന്നുള്ള ആ ഒറ്റ വാക്കുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അന്യ ഉപദേശം അഥവാ ദുരുപദേശം. ഈ എഫെസോസ് സഭയിലെ ദുരുപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ തെറ്റായി ഉപദേശിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ആജ്ഞയുടെ ഉള്ളടക്കം നമ്മൾ കണ്ടു. അന്യത ഉപദേശിക്കരുത് എന്ന് പറഞ്ഞാൽ വീണ്ടും ന്യായപ്രമാണം തെറ്റായി ഉപദേശിക്കരുത്. അപ്പോൾ ഈ സഭയ്ക്കകത്ത്, എഫെസോസ് സഭയ്ക്കകത്ത് നിൽക്കുന്ന അന്നത്തെ കാലഘട്ടത്തെ ദുരുപദേശം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ തെറ്റായി പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഉപദേശം അരുത് എന്നുള്ളതാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞ് എഫെസോസിൽ ആജ്ഞാപിക്കുവാനായിട്ട് പ്രബോധിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ആ ന്യായപ്രമാണം തെറ്റായി ഉപദേശിക്കുമ്പോൾ ആ ന്യായപ്രമാണത്തിനകത്ത് നിൽക്കുന്ന ചില സംഗതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. കെട്ടുകഥകളും വംശാവലികളും. അപ്പോൾ ന്യായപ്രമാണം ശരിയായ നിലയിൽ പഠിപ്പിക്കാനായിട്ട് കഴിയും, അത് തെറ്റല്ല. പക്ഷെങ്കിൽ അത് തെറ്റായ നിലയിൽ പഠിപ്പിച്ചു. എങ്ങനെ പഠിപ്പിച്ചു? ന്യായപ്രമാണത്തിനകത്തുള്ള വംശാവലികളെ എടുത്ത് അതിൽ നിന്ന് കഥകൾ മെനഞ്ഞ് അവ പഠിപ്പിച്ചു. അതാണ് അവരുടെ തെറ്റായ ഉപദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ആജ്ഞാപിക്കാനുള്ള കാരണമെന്ന് നമ്മൾ ചിന്തിച്ചു. അന്യോപദേശം
അഥവാ വീണ്ടും അത് ഞാനവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണത്തിൻ്റെ തെറ്റായ ഉപദേശം. എന്തുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നതെന്ന് അറിയാമോ? ന്യായപ്രമാണത്തിൻ്റെ തെറ്റായ ഉപദേശം എന്ന് പറയുമ്പോൾ ശരിയായ ഉപദേശമുണ്ട്, അത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ തെറ്റായ ഉപദേശം സമം ദുരുപദേശം. അപ്പോൾ ആ അന്യോപദേശം, ദുരുപദേശം, ന്യായപ്രമാണത്തിൻ്റെ തെറ്റായ ഉപദേശം അതെന്തുളവാക്കുന്നു? ഊഹാപോഹങ്ങളും തർക്കങ്ങളുമാണ് ഉളവാക്കുന്നത്. ഊഹാപോഹങ്ങൾ എന്ന് പറഞ്ഞാൽ സംശയം ഉളവാക്കുന്നതാണ്. ഒരു നിശ്ചയമായിട്ട് കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയാത്ത ഊഹാപോഹങ്ങൾ അഥവാ സംശയങ്ങൾ ഉളവാക്കുന്നു, തർക്കങ്ങൾ ഉളവാക്കുന്നു എന്നാണ് നമ്മളവിടെ നിന്ന് കണ്ടത്. ഇനി അത് വിശ്വാസം ഉളവാക്കുന്ന ദൈവിക വ്യവസ്ഥയ്ക്ക് ഉതകുന്നതല്ല. എന്ന് പറഞ്ഞാൽ ശരിയായ ഉപദേശം ഒരു വിശ്വാസിയിൽ അവൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ നിന്നാണ് വിശദീകരിച്ച് ചിന്തിച്ചത്. വിശ്വാസത്തിൻ്റെ ആവശ്യകത എന്താണ്? രക്ഷിക്കപ്പെട്ടവരായ ദൈവജനം നീതീകരണം പ്രാപിക്കുന്നത് തന്നെ അഥവാ കൃപയാലാണ് നമ്മൾ വിശ്വാസികളായി തീരുന്നത്. അപ്പോൾ ആ കൃപയാൽ നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിൻ്റെ ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം വിശദീകരിച്ച് നമ്മൾ ചിന്തിച്ചു. കർത്താവ് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് എന്താണ് കരുതുന്നത്? ഞാൻ പറഞ്ഞു, കർത്താവ് ചില വിശ്വാസങ്ങളെ നോക്കിയിട്ട് വലിയ വിശ്വാസമെന്ന് പറഞ്ഞ് അവരെ അഭിനന്ദിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടു. അതുമാത്രമല്ല, മറ്റു ചില വിശ്വാസത്തെ കണ്ടിട്ട് ആശ്ചര്യപ്പെടുന്ന നിലയിൽ കർത്താവ് ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആശ്ചര്യമുളവാക്കുന്ന വിശ്വാസമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ചില വിശ്വാസങ്ങളെക്കുറിച്ച് കർത്താവ് അല്പവിശ്വാസമെന്നും നിങ്ങളുടെ വിശ്വാസം എവിടെ വിശ്വാസം പോയിപ്പോയി എന്നുള്ള നിലയിൽ അവരെ ശാസിക്കുന്നതായിട്ടും നമ്മൾ കഴിഞ്ഞ നാളുകൾ കണ്ടു. അപ്പോൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വേണം എന്നുള്ളത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താൽ എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം പോലും വിശ്വാസത്താലായിരിക്കണം. അപ്പോൾ വിശ്വാസത്താലുള്ള ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ദൈവവചനം. അപ്പോൾ ശരിയായ ഉപദേശം അഥവാ പത്യോപദേശം നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കുവാനിടയായിത്തീരും. വിശ്വാസം നമ്മിൽ വർദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് കർത്താവ് ഉദ്ദേശിക്കുന്ന നിലയിൽ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് വിശ്വാസ ജീവിതം ആവശ്യമാണ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരണമെങ്കിൽ പോലും വിശ്വാസം വേണം. അത് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ വായിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ്? വിശ്വാസത്തോടു കൂടിയാണ്. എന്നാൽ നമ്മുടെ വിശ്വാസങ്ങൾ പലപ്പോഴും സംശയമുളവാക്കുന്ന വിശ്വാസങ്ങളാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ചെറിയ വിശ്വാസമായിരിക്കാം, ആ വിശ്വാസം മതി എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ അതനുസരിക്കുമെന്ന് പറഞ്ഞു. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പക്ഷെങ്കിൽ എങ്ങനെ വിശ്വസിക്കണം? സംശയിക്കാതെ വിശ്വസിക്കണമെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംശയമുള്ള വിശ്വാസം കാരണമാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപക്ഷെ ദൈവം മറുപടി തരാത്തത് എന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ വിശ്വാസം വളരെ അത്യാവശ്യമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചിന്തിച്ച വിഷയമാണ്. അപ്പോൾ എന്താണ് നമ്മളിൽ വിശ്വാസം ഉളവാക്കുന്നത്? ദുരുപദേശം നമ്മിൽ വിശ്വാസമല്ല ഉളവാക്കുന്നത്, പിന്നെയോ ഊഹാപോഹങ്ങൾ അഥവാ സംശയങ്ങൾ ഉളവാക്കും. ദുരുപദേശം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലുള്ള ദുരുപദേശമായിരിക്കണമെന്നില്ല അടുത്ത കാലഘട്ടത്തിലുള്ളത്. പല നിലകളിൽ ദുരുപദേശം കടന്നു വരും. അങ്ങനെയാണെങ്കിൽ ദുരുപദേശം എന്താണ്? ഞാൻ അന്ന് പറഞ്ഞു, സുവിശേഷത്തിന് അനുസാരമല്ലാത്തതെല്ലാം ദുരുപദേശമാണ്. ദൈവവചനത്തിൽ നിന്ന് കുറഞ്ഞത് എല്ലാം ദുരുപദേശമാണ്. ദൈവവചനത്തോട് കൂട്ടിയാൽ അതും ദുരുപദേശമാണ്. ദൈവവചനത്തിന് വിപരീതമായത് അതും ദുരുപദേശമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദുരുപദേശത്തിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് കുറച്ച് പഠിപ്പിക്കുന്നത് ദുരുപദേശമാണ്. ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നത് ദുരുപദേശമാണ്. സുവിശേഷത്തിന് വിരുദ്ധമായത് ഗലാത്യ ലേഖനത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചു. സുവിശേഷത്തിൽ നിന്ന് വിരുദ്ധമായി എന്തു പറഞ്ഞാലും അത് ദുരുപദേശമാണ്. ദൈവവചനത്തിൻ്റെ വിപരീതമായതെല്ലാം ദുരുപദേശമാണ്. അപ്പോൾ ഏത് നിലയിലാണ് ദുരുപദേശം ഒരു സഭയിലേക്ക് കടന്നു വരിക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അത് കടന്നു വന്നാൽ അതൊരിക്കലും നമ്മിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നില്ല, അത് നമ്മെ വളരെ കൊള്ളരുതാത്തവരാക്കി തീർക്കുമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ അങ്ങ് പറയാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ എബ്രായ ലേഖനകാരൻ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ അവിശ്വാസം നമ്മിൽ ഉണ്ടായിപ്പോയാൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നമ്മൾ ഓർപ്പിച്ചു. വിശ്വാസക്കപ്പൽ തകർന്നു പോകുമെന്ന് നമ്മൾ കണ്ടു. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നോക്കുക. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ
നോക്കുക, അവിടെ പറഞ്ഞിരിക്കുന്നത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ജീവനുള്ള ദൈവത്തെ എന്ത് ചെയ്യേണ്ടി വരും? ത്യജിച്ച് കളയേണ്ടി വരും. അങ്ങനെയല്ലേ പലരും ഒരുപക്ഷെങ്കിൽ ഈ കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ അനേകർ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയേണ്ട ഒരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ, അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായും അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്, അവർ നിത്യതയിലുണ്ടാകും. പക്ഷെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് അവർ കർത്താവ് ഇല്ലാത്തതുപോലെ, ദൈവമില്ലാത്തവരെ പോലെ ജീവിക്കുന്നവരായിട്ടുണ്ട്. അതിന് കാരണം അവരുടെ അവിശ്വാസമുള്ള ഹൃദയമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആവശ്യകത എത്ര അധികമാണെന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനി 14-ാം വാക്യം നോക്കുക, 3-ാം അധ്യായം തന്നെ അതിന് 14-ാം വാക്യം. പങ്കാളികളായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ തുടരുവാൻ എന്തു വേണം? അവനുള്ള വിശ്വാസം വേണം. അപ്പോൾ ദൈവത്തെ തള്ളിപ്പറയാതെ അല്ലെങ്കിൽ ദൈവമില്ലാത്തവരെ പോലെ ജീവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. ഇനി കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് തുടരണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ഇനി യാക്കോബ് പറയുന്ന മറ്റൊരു കാര്യം കൂടെ നോക്കുക. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? യാക്കോബ് 1:6-7. നമുക്ക് ലഭിക്കേണ്ടതെല്ലാം കർത്താവിൽ നിന്ന് ലഭിക്കണം. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്, നമ്മുടെ സ്വയ ആരോഗ്യം ഉപയോഗിച്ച് നമുക്ക് പലതും നേടിയെടുക്കാൻ ഈ ഭൂമിയിൽ സാധിക്കും. അത് കർത്താവിൽ നിന്നല്ല നമ്മൾ പ്രാപിക്കുന്നത്. പിശാചിനും ധാരാളം നൽകാനായിട്ട് കഴിയും. ഒരുപക്ഷെ കർത്താവിനേക്കാൾ ഐശ്വര്യമായിട്ട് ഭൂമിയിലെ സമ്പത്തുകൾ കൊണ്ട് പിശാചിന് നിറയ്ക്കാനായിട്ട് കഴിയും. അത് കർത്താവ് തന്നെ പറഞ്ഞതാണ്. കർത്താവിനോട് പോലും പിശാച് പറഞ്ഞു, ഇതെല്ലാം എൻ്റേതാണ്, വീണ് എന്നെ നമസ്കരിച്ചാൽ ഞാനിത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നേടിയെടുക്കുന്നത് കർത്താവ് തന്നിട്ടാണോ, അതോ ഞാൻ എൻ്റെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് എന്നിൽ ആശ്രയിച്ചിട്ട് പിശാച് എനിക്ക് നൽകുന്നതാണോ എന്ന് ഞാൻ നിങ്ങളും ശ്രദ്ധാലുക്കളായിരിക്കണം. ഇവിടെ യാക്കോബ് പറയുന്നത് ജ്ഞാനം പ്രാപിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ ഔദാര്യമായി കൊടുക്കുന്നവരോട് യാചിക്കട്ടെ എന്നാണ് പറയുക. അത് ആ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് യാചിക്കണം? വിശ്വാസത്തോടു കൂടി യാചിക്കണം. ആ വിശ്വാസത്തിൽ എന്ത് പാടില്ല? സംശയം പാടില്ല. ദുരുപദേശം എന്ത് ഉളവാക്കുന്നു? ഊഹാപോഹം ഉളവാക്കുന്നു, അഥവാ സംശയം ഉളവാക്കുന്നു. എന്നാൽ എന്താണ് നമ്മിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്? സത്യോപദേശം അഥവാ പത്യോപദേശം, ദൈവവചനം. ഓക്കെ, അപ്പോൾ ദൈവവചനത്തിൻ്റെ ഉപദേശം നമ്മിൽ വിശ്വാസം ഉളവാക്കുന്നു. ആ വിശ്വാസം സംശയമില്ലാത്ത വിശ്വാസമായി ദൈവത്തെ ത്യജിക്കാതെ ക്രിസ്തുയേശുവിനോടുള്ള കൂട്ടായ്മയിൽ നാം യാചിക്കുന്നത് ലഭിക്കത്തക്കവണ്ണം വിശ്വാസത്തോടെ ദൈവസേനയിൽ തുടരുവാനായിട്ട് ഇടയായിത്തീരും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആവശ്യകത അവിടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒന്ന്, സത്യോപദേശത്തിൻ്റെ ആവശ്യകത, അത് നമ്മിൽ വിശ്വാസം ഉളവാക്കുന്നതായതുകൊണ്ട് നാം സത്യോപദേശത്തിന് ചെവി കൊടുക്കണം. ദുരുപദേശത്തിനെ നാം വിലക്കുന്നവരായിരിക്കണം, അതിനെതിരെ നിൽക്കുന്നവരായിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ ഒന്ന് ടച്ച് ചെയ്തു പോയി, അതൊന്ന് വേഗത്തിലൊന്ന് പറയാം. ആജ്ഞയുടെ ഉദ്ദേശം എന്താണെന്ന് അവിടെ കണ്ടു. സ്നേഹം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു കർത്താവിൻ്റെ സഭയിൽ, ദൈവസഭയിൽ സ്നേഹത്തിൻ്റെ ആവശ്യകതയുണ്ട്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട, അടുത്ത വാക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കാണ്, രക്ഷിക്കപ്പെട്ട പാപികളെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ പാപികളെന്നല്ല ദൈവം ഇപ്പോൾ വിളിക്കുന്നത്, നമ്മളെ വിശുദ്ധന്മാരെന്നാണ് ദൈവം വിളിക്കുന്നത്. നമ്മെ ദൈവം കാണുന്നതും വിശുദ്ധന്മാരായിട്ടാണ്. എങ്കിലും യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങളിൽ ഒരുത്തൻ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നുവെന്നാണ്. സത്യം നമ്മിൽ ഇല്ലാതായി എന്നാണ്. അത് എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യരുത്, നിങ്ങൾ ചെയ്യാതിരിപ്പാനാണ് എഴുതുന്നത്. എങ്കിലും ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പാപമൊക്കെ കടന്നു വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രയോഗം ഞാൻ അങ്ങ് പറയുന്നതിൽ നിങ്ങൾ ആരും എന്നോട് ദേഷ്യപ്പെടുത്തില്ലെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട പാപികളാണ് എന്നിരിക്കെ നമുക്ക് തമ്മിൽ സ്നേഹിക്കാൻ എളുപ്പമല്ല, സ്നേഹിക്കാൻ സാധിക്കുകയില്ല. രണ്ട് സ്വഭാവങ്ങളുള്ള, രണ്ട് ചിന്താഗതികളുള്ള, രണ്ട് ആശയങ്ങൾ കൊണ്ടുതിരിയുന്ന എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ, രണ്ടല്ല അനേക ആശയങ്ങളും വ്യത്യസ്ത ചിന്താഗതികളൊക്കെ ഉള്ളവരാണ് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ. എന്നാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ കഴിയുന്നതിന് കാരണം ക്രിസ്തു സ്നേഹം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ സ്നേഹത്തിൽ തുടരുക എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ ദുരുപദേശം ഉളവാക്കുന്നത് ഒന്ന് ഊഹാപോഹങ്ങൾ, മറ്റൊന്ന് തർക്കങ്ങളാണ്.
തർക്കങ്ങൾ ഉളവാക്കി കഴിഞ്ഞാൽ, വൃഥാവാദങ്ങൾ ഉളവാക്കി കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും സ്നേഹമല്ല ഉളവാകുന്നത്, പിന്നെ എന്താ? ശത്രുതയാണ് ഉളവാകുന്നത്. അപ്പോൾ സഭയ്ക്കകത്ത് ശത്രുത മാറി സ്നേഹത്തിൽ ദൈവസഭ തുടരണമെങ്കിൽ അതിന് ദൈവവചനത്തിൻ്റെ ഉപദേശം ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, എൻ്റെ ആജ്ഞയുടെ ഉദ്ദേശം, അഥവാ തിമോത്തിയോസ് ദൈവസഭയിൽ എഴുന്നേറ്റ് നിന്ന് ഈ കൽപ്പനകൾ ദൈവസഭയിൽ ഉപദേശിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അവരിൽ സ്നേഹമുളവാകണം എന്നുള്ളതാണ്. അത് എങ്ങനെയുള്ള സ്നേഹമാണെന്ന് നമ്മൾ അവിടെ കണ്ടു. എങ്ങനെയുള്ള സ്നേഹമാണ്? ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. ഈ ശുദ്ധഹൃദയം, നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവവചനത്തിൽ നിന്നാണ്. ഞാൻ ചില വാക്യങ്ങൾ വായിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമെന്ന് കരുതുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ വേണ്ടരുതായ്മയും അഥവാ അഴുക്കെല്ലാം പുറപ്പെടുന്നത് ഈ ഹൃദയത്തിൽ നിന്നാണ്. കർത്താവിൻ്റെ അടുക്കൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പരാതിയുമായി പരീശന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞതാണ്, നിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. ആ സന്ദർഭത്തിൽ കർത്താവ് പറഞ്ഞത്, പുറത്തുനിന്ന് അകത്ത് ചെല്ലുന്നതല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, പിന്നെയോ അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നതെന്ന് കർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഹൃദയം എല്ലായ്പ്പോഴും ദോഷമുള്ളതാണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദുർചിന്ത, കൊലപാതകം, മോഷണം, അങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹൃദയത്തിൽ നിന്നുള്ളൊരു സ്നേഹമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ എങ്ങനെയുള്ള ഹൃദയം? ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് നല്ല മനസാക്ഷി എന്നാണ്. ഈ മനസാക്ഷി എന്ന് പറയുന്നത് ദൈവം നമുക്ക് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മിൽ തന്നെ എഴുതി തന്നിരിക്കുന്ന ഒരു പ്രമാണമാണ്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ശരി തിരഞ്ഞെടുക്കുവാനും തെറ്റുപേക്ഷിക്കുവാനും നമ്മെ പ്രബോധിപ്പിക്കുന്ന ഒരു നല്ല നിയമകർത്താവാണ് ആരാ? നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത്. എന്നാൽ ഈ മനസാക്ഷിക്ക് ഒരു ആവശ്യകതയുണ്ട്. എന്താണെന്നറിയാമോ? അതിനെ എന്താണോ ശരിയെന്ന് പഠിപ്പിച്ചിരിക്കുന്നത് അത് അതിൻ്റെ ഇൻപുട്ടായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അത് മാത്രമേ അത് ഔട്ട്പുട്ടായിട്ട് തരികയുള്ളൂ. അപ്പോൾ നമ്മുടെ മനസാക്ഷിയെ ശരിയെന്ന് എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് അത് മാത്രമേ അത് ശരിയെന്ന് പറയുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വിഭാഗം സഹോദരന്മാർ അവരുടെ മതം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എന്ത് ചെയ്തോളാം, കൊല്ലുന്നത് ശരിയാണ്, അല്ലേ? ഞാനത് പേരെടുത്ത് പറയാതെ തന്നെ ആ വിഭാഗം എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കി. അവരുടെ മതഗ്രന്ഥം അവരോട് പഠിപ്പിക്കുന്നത്, ദൈവത്തിന് വേണ്ടി നിങ്ങൾ കൊല നടത്തിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എവിടേക്ക് പാസ്പോർട്ട് കിട്ടും? സ്വർഗത്തേക്ക് പോകാം. ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ കൊല നടത്തിക്കഴിഞ്ഞാൽ അത് ശരിയാണ്, അത് ചെയ്തുകൊള്ളാൻ അവർക്ക് പെർമിഷൻ കൊടുത്തിരിക്കാം. അപ്പോൾ അവരുടെ കുഞ്ഞുനാൾ മുതൽ അവരുടെ വേദഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത്, ദൈവത്തിന് വേണ്ടി നീ ഒരാളെ കൊന്നാൽ ഒരു കുഴപ്പവുമില്ല, ഒരുപക്ഷെ ഈ ലോകത്തിൽ നിനക്ക് മരണശിക്ഷ കിട്ടിയാലും നീ നേരെ എവിടേക്ക് പോവുക? ദൈവത്തിൻ്റെ അടുക്കലാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ സുഖലോലുപനായിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയും. അങ്ങനെയുള്ളൊരു പഠനം അവൻ്റെ മനസാക്ഷിയിൽ കയറിയിരിക്കുന്നത് കൊണ്ട് അവൻ്റെ മനസാക്ഷി ദൈവത്തിന് വേണ്ടി കൊല നടത്തുന്നത് ശരിയെന്നാണ് അവനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കൊലപാതകം തെറ്റാണെന്നറിയാം, പക്ഷെങ്കിൽ അവൻ്റെ പ്രമാണമനുസരിച്ച് അവൻ്റെ മനസാക്ഷി അവനോട് പറയുന്നത് അത് ശരിയാണ്, ചെയ്തോളാൻ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരമെന്ന് പറയുന്നത്, മനസാക്ഷിക്കുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, മനസാക്ഷി എന്താണോ ശരിയെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അത് ശരിയെന്ന് ചൂണ്ടിക്കാണിക്കും, എന്താണോ തെറ്റെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ദൈവവചനം പഠിപ്പിക്കുന്ന ശരി എന്താണോ അത് നമ്മുടെ മനസാക്ഷിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ശരിയായ നിലയിൽ നയിക്കും, അതല്ലെങ്കിൽ അത് നമ്മളെ തെറ്റായ നിലയിൽ നയിക്കും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസാക്ഷി ദുർമനസാക്ഷിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദുർമനസാക്ഷി നീങ്ങുവാനായിട്ടാണ് ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടത്. എന്നാൽ അനുദിന ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ ഈ മനസാക്ഷി വീണ്ടും ദുർമനസാക്ഷിയായി തീരാനുള്ള സാധ്യതയുണ്ട്. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് സ്നേഹമുളവാകണം, പക്ഷെ അത് എവിടെ നിന്നായിരിക്കണം? ശുദ്ധ ഹൃദയത്തിൽ നിന്നും നിർമ്മല മനസാക്ഷിയിൽ നിന്ന്, അഥവാ നല്ല മനസാക്ഷിയിൽ നിന്ന്. മൂന്നാമതായിട്ട് പറഞ്ഞ നിർവ്യാജ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം മറ്റുള്ളവരിൽ വിശ്വാസം ഉളവാക്കുന്ന സ്നേഹമായിരിക്കണം, മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്നേഹമായിരിക്കണം. ചതിപ്രയോഗത്താൽ നാം ആരെയും വശീകരിച്ച് സ്നേഹം നടിക്കാനായിട്ട് പാടില്ല. വിശ്വാസമുള്ള വിശ്വസ്തതയുള്ള സ്നേഹമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്നേഹം ഉളവാക്കുവാൻ ഒരൊറ്റ സംഹിതയ്ക്ക് കഴിയുകയുള്ളൂ, അത്
തിരുവചനമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ദുരുപദേശത്തിന് തർക്കങ്ങൾ ഉളവാക്കാൻ കഴിയും, പക്ഷെ ദൈവവചനത്തിന് നമ്മൾ സ്നേഹം ഉളവാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആജ്ഞയുടെ ഉദ്ദേശം സ്നേഹം ഉളവാക്കണം എന്നുള്ളതാണെന്ന് ഈ രണ്ട് കാര്യങ്ങളും പറയുകയാണ്. അപ്പോൾ നമുക്കൊരു ടെസ്റ്റ്, എന്താ ടെസ്റ്റ്, എന്താണ് ശരിയായ ഉപദേശം എന്നുള്ള ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ രണ്ട് ടെസ്റ്റാണ്, രണ്ട് തരത്തിലുള്ള ടെസ്റ്റാണ്. ഒന്ന് വിശ്വാസത്തിൻ്റെ ടെസ്റ്റ്, മറ്റൊന്ന് സ്നേഹത്തിൻ്റെ ടെസ്റ്റ്. ഞാനൊരു ഉപദേശം കേൾക്കുമ്പോൾ ആ ഉപദേശം എന്നിൽ വിശ്വാസം ഉളവാക്കുന്നെങ്കിൽ അത് ശരിയായ ഉപദേശമാണ്. ആരിലുള്ള വിശ്വാസമാണ്? ഏതെങ്കിലും വിശ്വാസമല്ല, നമ്മെ സൃഷ്ടിച്ചവനായി നമ്മളെ രക്ഷിച്ചവനായ സത്യദൈവത്തിങ്കിലുള്ള വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുന്നെങ്കിൽ ആ ഉപദേശമാണ് ശരിയായ ഉപദേശം. രണ്ട്, ആ ഒരു ഉപദേശം നാം കേൾക്കുമ്പോൾ ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മിൽ നിർവ്യാജമായ സ്നേഹമുളവാകുകയാണെങ്കിൽ, ശുദ്ധ ഹൃദയത്തിൽ നിന്നും നല്ല മനസാക്ഷിയിൽ നിന്നും അതുപോലെ നിർവ്യാജ വിശ്വാസത്താൽ ഉളവാകുന്ന ഒരു സ്നേഹം എന്നിൽ ഉണ്ടെങ്കിൽ ആ ഉപദേശമാണ് ശരിയായ ഉപദേശം. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശം പഠിപ്പിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ അവരുടെ ഉപദേശങ്ങൾ ഒരിക്കലും വിശ്വാസമല്ല ഉളവാക്കിയത്, പിന്നെയോ അവരിൽ ഊഹാപോഹങ്ങൾ ഉളവാക്കി. രണ്ട്, സ്നേഹമല്ല ഉളവാക്കിയത്, പിന്നെയോ തർക്കങ്ങൾ ഉളവാക്കി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നീ ഉപദേശിക്കുമ്പോൾ നിന്റെ ഉപദേശം അഥവാ സത്യോപദേശം അത് വിശ്വാസവും സ്നേഹവും ഉളവാക്കുന്നതായിരിക്കണമെന്ന് അവിടെ നിന്ന് നമ്മൾ കാണുകയുണ്ടായി. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്, 6-ാം വാക്യത്തിലേക്ക് വരികയാണ്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 6-7 വാക്യങ്ങളാണ് വേഗത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന് വായിക്കാമോ? 6-7 വാക്യങ്ങൾ. ഓക്കെ, ഇനി അവിടെ നമ്മൾ കാണുന്നത് ദുരുപദേഷ്ടാക്കന്മാരുടെ 3-4 പ്രശ്നങ്ങൾ നമ്മൾ ഓടിച്ചൊന്ന് നോക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചിലർ ഇവ വിട്ടുമാറി എന്നാണ്, അല്ലേ? അപ്പോൾ ഈ ചിലരെന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? മേൽ പറഞ്ഞ ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ചാണ്. അവരെയാണ് ചിലർ എന്നുള്ള പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചിലർ അഥവാ ദുരുപദേഷ്ടാക്കന്മാർ അവർ ഇവ വിട്ടുമാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏവയാണ് അവർ വിട്ടുമാറിയത്? ഒന്ന് പറയാമോ? ഞാൻ അടുത്ത സ്ക്രീനിൽ കാണിക്കുന്നതിന് മുമ്പ് ചിലർ ഇവ വിട്ടുമാറി. എന്തൊക്കെയാണ് അവർ വിട്ടുമാറിയേ? തൊട്ടു മുകളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അവർ വിട്ടുമാറി. എന്തൊക്കെയാ? ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം എന്ത് ചെയ്തു? അവർ വിട്ടുമാറി. അതാണ് തൊട്ടുമുകളിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആജ്ഞയുടെ ഉദ്ദേശം ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ചിലർ ഇവ വിട്ടുമാറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദുരുപദേഷ്ടാക്കന്മാർക്ക് ഇതല്ല അവരുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയിൽ, ഒരു സഭയിൽ, വിശ്വാസികളിൽ വിശ്വാസവും സ്നേഹവും ഉളവാക്കണമെന്നുള്ളത് പഠിപ്പിക്കുന്നവരുടെ ഉദ്ദേശമായിരിക്കണം. പക്ഷെങ്കിൽ അവരുടെ ഉദ്ദേശം അതല്ല, അവർക്ക് വേറെ ഉദ്ദേശങ്ങൾ. പിന്നാലെ നമ്മൾ എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശങ്ങളെന്ന് പഠിക്കും. അപ്പോൾ ഒന്ന്, അവർ തർക്കങ്ങളും ഊഹാപോഹങ്ങളും ഉളവാക്കുന്ന ദുരുപദേശത്തെ കൊണ്ട് സഭയെ നിറച്ചു. അവർക്കൊരിക്കലും സഭ വിശ്വാസത്തിൽ വളരണമെന്നോ സ്നേഹമുള്ളവരായിരിക്കണമെന്നോ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഒന്ന്, അവരുടെ പ്രശ്നങ്ങളിൽ ഒന്ന്, അവർ സ്നേഹം വിട്ടുമാറി. അഥവാ എങ്ങനെയുള്ള സ്നേഹം? ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം വിട്ടുമാറി എന്നാണ് നമ്മളവിടെ കാണുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, രണ്ടാമത് നമ്മൾ കാണുന്നത് അവർ വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞു എന്നാണ്. നോക്കുക, അതിൻ്റെ 6-ാം വാക്യത്തിൽ തന്നെ ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്നേഹം ഉളവാക്കുന്നതിന് പകരം തർക്കങ്ങൾ ഉളവാക്കുന്ന വാദങ്ങളിലേക്ക് അവർ തിരിഞ്ഞു. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് ധർമ്മോപദേഷ്ടാക്കന്മാരാകുവാൻ ഇച്ഛിക്കുന്നുവെന്നാണ്. അതിന് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് സ്വയനീതിക്കാരാകുവാൻ ഇച്ഛിക്കുന്നുവെന്നാണ്. സെൽഫ് റൈച്ചിയസ്. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും സ്വയനീതിയിൽ ആശ്രയിക്കുന്ന പലരുമുണ്ട്. നമുക്കുള്ള നീതി ആരുടെ നീതിയാണ്? നമ്മളെ നീതിമാന്മാരെന്ന ദൈവം പറയുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ നീതിമാന്മാരായതുകൊണ്ടാണോ? സ്വയമേ നീതിമാന്മാരായതുകൊണ്ടാണോ? അല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ നീതി എന്നിൽ കണക്കിട്ടത് കൊണ്ടാണ് ഞാൻ നീതിമാനായിരിക്കുന്നത്. എന്താ ഈ നീതി കണക്കിടുക? ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്നുള്ള ആ പ്രോസസ്സ് എന്താണെന്ന് അറിയാമോ?
ദൈവം ദൈവിക കോടതിയിൽ നിന്നുകൊണ്ട് ഒരു വേർഡിക്റ്റ് നൽകി, ഒരു പ്രഖ്യാപനം നടത്തി. എന്താ പ്രഖ്യാപനം എന്ന് അറിയാമോ? ഞാൻ എന്ന വ്യക്തി അഥവാ ജയരാജ് എന്ന പാപിയായ വ്യക്തിയായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നപ്പോൾ ദൈവം എന്നെ നോക്കി പറഞ്ഞ ഒരു കാര്യം, ഇവൻ പാപം ചെയ്തിട്ടേയില്ലെന്നാണ്. ഇവൻ്റെ പാപം ക്ഷമിച്ചു എന്നല്ല, ഇവൻ പാപിയായിരുന്നു, ഇവൻ്റെ പാപം ഞാൻ നീക്കിയെന്നല്ല. ദൈവത്തിൻ്റെ നീതി കണക്കിട്ടെന്ന് പറഞ്ഞാൽ ദൈവം പാപം ചെയ്തിട്ടുണ്ടോ? ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ പാപമുണ്ടോ? ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എൻ്റെ നീതിയായി കണക്കിട്ടെന്ന് പറഞ്ഞാൽ ഞാനും ദൈവത്തെപ്പോലെ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചു. നോക്കുക, അങ്ങനെ ഒരു നീതീകരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം എന്നെ കാണുന്നത് നീതിമാനായിട്ടാണ്. അങ്ങനെ ദൈവത്തിൻ്റെ നീതി കൊണ്ട് ഞാൻ നീതിമാനായിരിക്കെ സ്വയം നീതി നടിക്കുന്നവരായി, സ്വയം നീതി അഭിനയിക്കുന്നവരായി, സ്വയം നീതി ആർഗ്യൂ ചെയ്തവർ, ഞാൻ നീതിമാനെന്ന് വാദിക്കുന്നവരാണ്. അങ്ങനെ ഒരു കൂട്ടരാണ് ഈ ദുരുപദേഷ്ടാക്കന്മാർ. കാരണം അവർ പറയുന്നത് അവർ ധർമ്മോപദേഷ്ടാക്കന്മാർ, ന്യായപ്രമാണം നീതിമാനുള്ളതാണെന്ന് വിചാരിച്ച് അതിൻ്റെ ഉപദേശം പഠിപ്പിക്കുന്നവരായിട്ട് അവർ ഇരിക്കുകയാണ്. ആ ലേബലിൽ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ധർമ്മോപദേഷ്ടാക്കന്മാരാകുവാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളത് അവരുടെ മൂന്നാമത്തെ പ്രശ്നം. നാലാമത്തെ പ്രശ്നം, അവർക്ക് ഉപദേശത്തെക്കുറിച്ച് ശരിയായ ഗ്രാഹ്യമില്ല. നോക്കുക, 6-ാം വാക്യത്തിൽ തന്നെ നമ്മളവിടെ വായിക്കുന്നത്, ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും എന്ത് ചെയ്യുന്നില്ല, ഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ എന്താണ് പറയുന്നത്, സ്ഥാപിക്കുന്നതെന്നുള്ള ശരിയായ ഗ്രാഹ്യം അവർക്കില്ല എന്നുള്ളത് അവിടെ നിന്ന് വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ദുരുപദേഷ്ടാക്കന്മാരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് വേഗത്തിൽ നമ്മൾ കണ്ടു. അവിടെ നമ്മൾ അധികം സമയം ചെലവഴിക്കുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് വേഗം വരിക. അടുത്ത ന്യായപ്രമാണം ആർക്കാണ്? ഓക്കെ, അതാണ് അടുത്ത് നമ്മൾ കാണുന്നത് 8 മുതലുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണം ആർക്ക്, അഥവാ ന്യായപ്രമാണത്തിൻ്റെ ശരിയായ ഉപദേശം എന്താണ്? 2 ചോദ്യങ്ങൾ. ഒന്നുകിൽ ന്യായപ്രമാണം ആർക്കുള്ളതാണ്, അല്ലെങ്കിൽ 2 ന്യായപ്രമാണത്തിൻ്റെ ശരിയായ ഉപദേശം എന്താണ്? ഈ 2 ചോദ്യത്തിനും ഒരു ഉത്തരമാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്താണ് കാണുന്നത്? 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? ന്യായപ്രമാണമോ ന്യായപ്രമാണം നീതിമാനുള്ളത് അല്ല എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നീതിമാൻ ആരാണെന്നുള്ളത് നമ്മൾ പിന്നാലെ ചിന്തിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വയം നീതിമാനെന്ന് ചിന്തിക്കുന്നവർ. ഇവിടെ നീതിമാൻ അല്ലെന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യം, ഞാൻ നീതിമാന്മാരെ അല്ല പിന്നെ പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നതെന്ന് കർത്താവ് പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താ? കർത്താവ് പാപികളെ രക്ഷിപ്പാൻ വന്നു എന്ന് പറഞ്ഞാൽ പാപികളല്ലാത്ത നീതിമാന്മാർ അന്ന് ലോകത്തിലുണ്ടായിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയാണോ? ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര രക്ഷിപ്പാൻ വന്നു. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? വേദപുസ്തകത്തിൽ വളരെ വ്യക്തമാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്ന നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്ന്. അങ്ങനെ തിരുവെഴുത്ത് വ്യക്തമാക്കിയിരിക്കെ കർത്താവ് എന്തുകൊണ്ടാണ് ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര രക്ഷിപ്പാൻ വന്നു എന്ന് പറഞ്ഞത്? നീതി നടിക്കുന്ന സെൽഫ് റൈറ്റ്യസ് ആയിട്ടുള്ള സ്വയം നീതിമാന്മാരെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന അന്നത്തെ പരീശന്മാരെ ഉദ്ദേശിച്ചാണ് കർത്താവ് പറഞ്ഞത് നീതിമാന്മാരെയല്ല പാപികളെ എത്ര രക്ഷിക്കും. അതേ പ്രയോഗമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. സ്വയം നീതിമാന്മാരെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള നീതിമാന്മാർക്ക് വേണ്ടി അല്ല ന്യായപ്രമാണം നൽകിയിരിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണം ആർക്ക് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് നീതിമാന് അല്ല. പിന്നെ ആർക്കാ രണ്ടാമത് അവിടെ കാണുന്നത്? പിന്നെ ആർക്കെന്നാണ് വായിക്കുന്നത്? അവിടെ ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന നിയമലംഘികൾക്ക്. ആരാ ഈ നിയമലംഘികളെന്ന് 2 തരത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 8-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ. ആദ്യത്തെ 6 ഭാഗങ്ങൾ. ഓക്കെ, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ. ഇങ്ങനെ 6 കൂട്ടരെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മളതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 2, 2, 2 അങ്ങനെയാണ് 6 വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് അധർമ്മികൾക്കും അഭക്തർക്കും, അനുസരണം കെട്ടവർക്കും പാപികൾക്കും, അശുദ്ധർക്കും ബാഹ്യന്മാർക്കും. അങ്ങനെയാണ് ശരിക്കും എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഭാഷാന്തരത്തിലേക്ക് വന്നപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് എഴുതിയിരിക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചാലും ആൻഡ് എന്നുള്ള ഒരു പദം കൊടുത്ത് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ
നിയമലംഘികൾക്കെന്ന് പറഞ്ഞിട്ട് നിയമവിരുദ്ധരും നിഷേധികളുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിനെതിരെയുള്ള നിയമലംഘികൾക്കെന്നാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ ഭാഗം പൗലോസ് എഴുതുമ്പോൾ പൗലോസിൻ്റെ മനസ്സിൽ ഒരു പക്ഷെങ്കിൽ 10 കൽപ്പനകളായിരിക്കാൻ തൻ്റെ മനസ്സിലുള്ളത്. അത് തന്നെയാണെന്ന് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാം 10 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് എഴുതി നൽകിയതാണ്, അല്ലേ? ആണോ? ദൈവമാണോ എഴുതി നൽകിയത്? ആണ്. അത് എന്തിലാണ് എഴുതിയെന്നാണ് നമ്മൾ വായിക്കുന്നത്? അന്നത്തെ റൈറ്റിംഗ് മെറ്റീരിയൽ എന്തായിരുന്നു? കൽപ്പലക, അല്ലേ? അയ്യോ, നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. കൽപ്പലക ആണല്ലോ അല്ലേ? ഞാൻ പറയുന്നതെന്ന് ശരിയാണെന്നൊന്ന് തലയിട്ടെങ്കിലും സമ്മതിച്ചാൽ എനിക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ ഞാൻ തെറ്റ് പറയുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, കൽപ്പലകയിലാണല്ലേ? അതിനെ ഒരു കൽപ്പലകയിലാണോ എഴുതിയത്? 2 കൽപ്പലകകളാണോ അതോ അതിൽ കൂടുതലുണ്ടായിരുന്നു? എത്ര കൽപ്പലകകളായിരുന്നു? ഒന്ന് കയ്യെങ്കിലും എടുത്ത് കാണിക്കാമോ സൗർ? 2 അല്ലേ? നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചാലോ? പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വേഗത്തിലൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അല്ല, 15-ാം വാക്യം, 5 അല്ല 15, 32-ന്റെ 15. അപ്പോൾ വ്യക്തമാണ്. എത്ര പലകയുണ്ടായിരുന്നു? 2 പലക. എത്ര കൽപ്പനകൾ ആ 2 കൽപ്പലകകളായിട്ടുള്ളത്? എത്രയാ? സംശയം വേണ്ട, 10 തന്നെയാണ്. 10 കൽപ്പനകൾ. ഓക്കെ, 10 കൽപ്പനകൾ 2 കൽപ്പലകകളിലായിട്ട് എഴുതി. അതെന്താ 2 കൽപ്പലകകളായിട്ട് എഴുതാൻ കാരണം? കർത്താവിന് ഒരു പലക തന്നെ ഉപയോഗിച്ചാൽ പോരായിരുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം എടുക്കാമോ വേഗത്തിൽ? അതിൻ്റെ നമുക്ക് കൽപ്പനകളെല്ലാം കാണാതെ അറിയാം. അതിൻ്റെ ആദ്യത്തെ 4 കൽപ്പനകൾ ആരോടുള്ള ബന്ധത്തിലുള്ളതാ? ആരോടുള്ള ബന്ധത്തിലാ? ആദ്യത്തെ 4 കൽപ്പനകൾ ഒന്ന് ഏതാ? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, പിന്നെ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, പിന്നെ എൻ്റെ നാമം വൃഥാ എടുക്കരുത്, നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, പിന്നെ 4 ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. അടുത്ത് പറയുന്നതോ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അത് 5-ാമത്തെ. അപ്പോൾ ആദ്യത്തെ 4 കൽപ്പനകൾ അത് ഉയരോട്ട് അല്ലെങ്കിൽ അപ്വേർഡുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവസംബന്ധമായിട്ടുള്ള 4 കൽപ്പനകൾ അത് ഒരു പലകയിലും, അടുത്തുള്ള 6 കൽപ്പനകൾ അത് മനുഷ്യരോടുള്ള ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ അമ്മയപ്പന്മാരോട്, അയൽപ്പക്കത്തുള്ളവരോട്, കൂട്ടുകാരനോട്, അവരോട് എങ്ങനെയായിരിക്കണം അത് നമുക്കറിയാം. എൻ്റെ അപ്പനെയമ്മയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്. അപ്പോൾ അടുത്തുള്ള 6 കൽപ്പനകൾ മറ്റൊരു പലകയിലും, ആദ്യത്തെ 4 കൽപ്പനകൾ വേറൊരു പലകയിലും. അങ്ങനെ 2ആയിട്ടാണ് കൽപ്പനകൾ വേർതിരിച്ചിരിക്കുന്നത്. അത് എളുപ്പത്തിൽ ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ദൈവത്തോടും ബന്ധമുണ്ട്, പിന്നെ മനുഷ്യരോടും ബന്ധമുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ശരിയായിരുന്നാൽ മതി, മനുഷ്യരോടുള്ള ബന്ധത്തിൽ വേറെ ഒന്നും നോക്കേണ്ട, ദൈവം നോക്കിക്കോളും, ദൈവവും ഞാനും ശരിയായും. അങ്ങനെയല്ല. നാം ദൈവത്തോട് എങ്ങനെ ശരിയായ നിലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതിലും നമ്മൾ ശരിയായി ബന്ധപ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേ ഒരു റിഫ്ലക്ഷനാണ് അല്ലെങ്കിൽ ഒരു പ്രതിചലനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മളവിടെ കാണുന്നത്. പൗലോസ് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 6 കാര്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. അതാണ് ഞാൻ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. നോക്കുക, നിയമവിരുദ്ധരും, അവിടെ നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത് അധർമ്മികൾ, അഭക്തരെന്നാണ്. അതിനെ മൂലഭാഷയിലുള്ള ശരിയായ പരിഭാഷ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിയമവിരുദ്ധരും നിഷേധികളുമെന്നാണ്. മലയാളത്തിൽ നമുക്ക് വായിക്കുന്നത് അധർമ്മികൾ, അഭക്തരെന്നാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ഭാഷാന്തരം എന്ന് പറയുന്നത് നിയമവിരുദ്ധരും നിഷേധികളുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താ? ദൈവിക പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാതെ എതിർക്കുന്നവർ. ഓക്കെ, ദൈവിക പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാതെ എതിർക്കുന്നവർ അവർക്കുള്ളതാണ് എന്താ?
നമ്മൾ ആ ലൈൻ ഓഫ് തോട്ട് വിട്ടുപോകരുതേ. നമ്മളെ ന്യായപ്രമാണം ആർക്ക് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ന്യായപ്രമാണം ആർക്കുള്ളതാണ്? ഒന്ന്, ദൈവിക പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാതെ എതിർക്കുന്നവർക്കുള്ളതാണ് എന്താ? ന്യായപ്രമാണം. ഇനി രണ്ട്, നമ്മൾ 8-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് അനുസരണം കെട്ടവർ പാപികളെന്നാണ്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്നത് അഭക്തരും പാപികളുമെന്നാണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ നോക്കുക, അതിൻ്റെ അർത്ഥം ദൈവത്തെ ആരാധിക്കുകയും നീതി വിട്ട് അകലുകയും ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ ഒന്ന്, ദൈവിക പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാതെ എതിർക്കുന്നവർ. രണ്ട്, ദൈവത്തെ അനാദരിക്കുകയും ദൈവത്തെ ബഹുമാനിക്കാതെയും അതുപോലെ തന്നെ നീതി വിട്ട് അകലുകയും ചെയ്യുന്നവർക്കുള്ളതാണ് ന്യായപ്രമാണം. രണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ബൈബിളിലേക്കുള്ള ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അശുദ്ധർ ബാഹ്യന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന അശുദ്ധരും അധർമ്മികളും എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവഭക്തിയും ബഹുമാനവും ഇല്ലാത്തവർ. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള ആൾക്കാർ. അവർ ഒന്ന്, ദൈവത്തിനെതിരെയുള്ളവരാണ്. അതാണ് ദൈവിക പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാതെ എതിർക്കുന്നവർ. പിന്നെ ദൈവത്തെ അനാദരിക്കുകയും നീതി വിട്ടകലുകയും ചെയ്യുന്നവർ. 3, ദൈവഭക്തിയും ബഹുമാനവും ഇല്ലാത്തവർ. ഇവർക്ക് വേണ്ടിയിട്ടാണ് ന്യായപ്രമാണം വച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവസംബന്ധമായി ലംഘിക്കുന്നവർ, നിയമലംഘനം നടത്തുന്നവർക്കാണ് എന്താ? ന്യായപ്രമാണം. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം അഥവാ ന്യായപ്രമാണം നൽകിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഒന്ന്, ദൈവത്തോട് നിയമം ലംഘിക്കുന്നവർക്കുള്ളതാണ് ന്യായപ്രമാണം. ഓക്കെ, അത്രയും പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ വരിക. രണ്ടാമത് നമ്മൾ കാണുന്നത് മനുഷ്യർക്കെതിരെയുള്ള നിയമലംഘികൾക്ക്. അതാണ് അടുത്ത ഭാഗത്തിൽ കാണുന്നത്. നോക്കുക, പിതൃഹന്താക്കൾ മാതൃഹന്താക്കൾ എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയും ആദരിക്കാതെ അവരെ എതിർക്കുന്നവർ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പനെയും അമ്മയും അടിക്കുന്നവർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അവിടെ പിതൃഹന്താക്കൾ മാതൃഹന്താക്കൾ എന്ന് പറഞ്ഞാൽ പിതാവിനെയും മാതാവിനെയും അടിക്കുന്നവർ. അതിനുള്ള ഉദാഹരണം പഴയ നിയമത്തിലുണ്ട്. അങ്ങനെ അടിച്ചിട്ടുള്ളവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്തവർ. പിന്നെ നമ്മൾ പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിലേക്ക് പോയാൽ 6ാമത്തെ കൽപ്പനയായ കൊലപാതകർ. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ദുർനടപ്പുകാർ, പുരുഷ മൈഥുനക്കാർ. 2 കാര്യം പറഞ്ഞു. ഒന്ന്, സെക്ഷൽ ഇമ്മോറൽ പീപ്പിൾ ആൻഡ് ഹോമോസെക്ഷൽസ് എന്നാണ്. അതാണ് പുരുഷ മൈഥുനക്കാർ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം അറിയാം. സെക്ഷൽ ഇമ്മോറൽ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നവർ. പുരുഷ മൈഥുനക്കാർ എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷൽ എന്നുള്ള വാക്കായിരിക്കാം കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആണും അവലക്ഷണമായിട്ട് ജീവിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ന്യായപ്രമാണം. അപ്പോൾ ഒന്ന്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാത്തവർ, കൊലപാതകർ, പിന്നെ വ്യഭിചാരികൾ അഥവാ ദുർനടപ്പുകാരും പുരുഷമൈഥുനക്കാരും. 4ാമത് പറഞ്ഞിരിക്കുന്ന നരമോഷ്ടാക്കൾ. നമുക്കറിയാം കൽപ്പനയിലുണ്ട് മോഷ്ടിക്കരുതെന്നുള്ള കൽപ്പനയുണ്ട്. ഇവിടെ പറഞ്ഞ നരമോഷ്ടാക്കൾ. അന്ന് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ ദാസന്മാരായിട്ട് കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള ഒരു സന്ദർഭം അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 5ാമത് പറഞ്ഞിരിക്കുന്നത് ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്ത്. ഇത് രണ്ടും ഒന്നാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അടുത്തുള്ള 5 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കൽപ്പലക എടുത്തു നോക്കിയാൽ അവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യരോടുള്ള ബന്ധപ്പെട്ട 6 കൽപ്പനകളിൽ 5 പറഞ്ഞിട്ടുണ്ട്. 1 വിട്ടിട്ടുണ്ട്. ഏതാ? അവസാനത്തെ കൽപ്പന ഏതാ? മോഹിക്കരുതെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല. അതിന് പകരം പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് പത്യോപദേശത്തിന് വിപരീതമായ ഏവർക്ക്. അപ്പോൾ ന്യായപ്രമാണം എന്തിനാണെന്ന് പൗലോസ് തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിനെതിരെയും മനുഷ്യർക്കെതിരെയും നിയമം ലംഘിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്താ? ന്യായപ്രമാണം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിയമം ആർക്ക് ആവശ്യമായിരിക്കുന്നത്? നമുക്ക് അനേക നിയമങ്ങളുണ്ടല്ലോ. സഭയിൽ നിയമങ്ങളുണ്ട്, വീട്ടിൽ നിയമങ്ങളുണ്ട്, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിയമങ്ങളുണ്ട്. നിയമം എന്തിനാണ് വച്ചിരിക്കുന്നത്? നിയമം അനുസരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണോ നിയമം ലംഘിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണോ? ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണോ നിയമം വെച്ചിരിക്കുന്നത്? ലംഘിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്? ലംഘിക്കുന്നവർക്ക് അല്ലേ? നിയമം ലംഘിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ ലംഘനം നടക്കാതിരിക്കാൻ നിയമം വച്ചിരിക്കുന്നത്. അനുസരിക്കുന്നവർക്ക് നിയമത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി നിയമം അനുസരിക്കുന്നവരായിട്ടുണ്ട്. അവർക്ക് പിന്നെ നിയമത്തിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ നിയമം ആരാണോ ലംഘിക്കുന്നത് അവർക്കാണ് നിയമത്തിൻ്റെ ആവശ്യകത. അപ്പോൾ പൗലോസ് അതിൻ്റെ ശരിയായ ഉപദേശം, ന്യായപ്രമാണം ശരിയായി ഉപദേശിക്കുക അഥവാ ശരിയായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ആർക്കാണെന്നുള്ളത് നമ്മൾ മനസ്സിലായിരിക്കണം. ന്യായപ്രമാണം ആർക്കാ? നിയമം ലംഘിക്കുന്നവർക്കാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ നിയമം ലംഘിക്കാത്ത ആരെങ്കിലും ഉണ്ടോ?
ഉണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവർക്കും നിയമത്തിൻ്റെ ആവശ്യമുണ്ട്. സെൽഫ് റൈച്ചസ് ആയിട്ട് സ്വയം നീതി അഭിനയിക്കുന്ന ഒരാൾക്ക് അഭിമാനിക്കാനുള്ളതല്ല നിയമം, പിന്നെയോ ലജ്ജിക്കാനുള്ളതാണ് എന്താ? നിയമം. നിയമം നമ്മൾ കാണുമ്പോഴൊക്കെയും നിയമത്തെക്കുറിച്ച് നമുക്ക് ലജ്ജയാണ് തോന്നേണ്ടത്, അതിൽ അഭിമാനിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ പ്രശംസിക്കുന്നത് എന്തിലല്ല? ന്യായപ്രമാണത്തിലല്ല, ഞാൻ പ്രശംസിക്കുന്നത് ആരാ? ക്രിസ്തുവില. അപ്പോൾ ന്യായപ്രമാണത്തിൽ നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ വേഗത്തിൽ പറയാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ന്യായപ്രമാണം ആർക്കാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടു. നിയമലംഘികൾക്കാണ് ന്യായപ്രമാണം. പിന്നെ ഒരു കാര്യം അവിടെ കാണുന്നുണ്ട്, നീതിമാനല്ല, നിയമലംഘികൾക്കാണ്. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് പഥ്യോപദേശത്തിന് വിപരീതമായ ഏവർക്കും. നോക്കുക, ഈ ന്യായപ്രമാണം പഥ്യോപദേശം അഥവാ ധർമ്മോപദേഷ്ടക്കന്മാർ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിനെ ഉപദേശിച്ചുകൊണ്ട് സ്വയം അഭിമാനിക്കുമ്പോൾ അവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? ന്യായപ്രമാണത്തിന് എതിരായിട്ട് പ്രസംഗിക്കുന്നവരാണ്, അവർക്ക് കൂടെയുള്ളതാണ് ഈ ന്യായപ്രമാണം. എന്ന് പറഞ്ഞാൽ, ഞാനൊരു തോക്കുമായിട്ട് വേറൊരാളെ ചൂണ്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ തോക്ക് എന്നിലേക്ക് തന്നെ തിരിച്ച് നീങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ, ന്യായപ്രമാണം ഞാൻ മറ്റുള്ളവരെ ഉപദേശിച്ച് അഭിമാനിക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല ഈ ന്യായപ്രമാണം എന്നെ കുറ്റം വിധിക്കുന്നു എന്നുള്ളത്. പൗലോസ് പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിനെതിരെ ഉപദേശിക്കുന്നത് കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷയ്ക്ക് നിങ്ങൾ പാത്രീഭൂതരാണെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണം ആർക്കാണ്? ന്യായപ്രമാണം നീതിമാനല്ല, അത് നിയമലംഘികൾക്കാണെന്നുള്ളത് അവിടെ നിന്ന് വ്യക്തമാണ്. ഇനി അടുത്ത് നമ്മൾ വേഗത്തിൽ പോകുന്നത് 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നോക്കുക, അടുത്തത് ഒന്ന്, ന്യായപ്രമാണം നല്ലതാണോ? ഓക്കെ, അതാണ് ഒന്നാമത്തെ ചോദ്യം. ന്യായപ്രമാണം നല്ലതാണോ? അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? അതിൻ്റെ 10-ാം വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? 10-ാം വാക്യം. ഓക്കെ, അവിടെ നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണുന്നത്, ന്യായപ്രമാണം നല്ലത് എന്നാണ്. എന്നാൽ ന്യായപ്രമാണം നല്ലതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ വേഗത്തിൽ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഒന്ന്, ന്യായപ്രമാണം നല്ലതാണോ എന്നുള്ള ചോദ്യത്തിന് അവിടെ നമ്മൾ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നല്ലതാണെന്നാണ് കാണുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്, ന്യായപ്രമാണം സുവിശേഷത്തിന് അനുസാരമായതാണ്. എന്താ നമ്മൾ വായിക്കുന്നത്? നമുക്ക് 11-ാം വാക്യം. അവിടെയും വായിക്കുന്നത് സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. അപ്പോൾ ന്യായപ്രമാണം നല്ലതെന്ന് പൗലോസ് പറയുന്നു, 2 സുവിശേഷത്തിന് അനുസാരമായതാണെന്ന് പറയുന്നു. ഇനി എങ്ങനെ ഉപയോഗിച്ചാലാണ് ന്യായപ്രമാണം നല്ലതെന്ന് കാണുന്നത്? 10-ാം വാക്യം നോക്കുക. പഥ്യോപദേശത്തിന് വിപരീതമായ മറ്റു ഏതിനും അത്രേ വെച്ചിരിക്കുന്നു എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത്. അപ്പോൾ അടുത്ത ചോദ്യം, ന്യായപ്രമാണത്തിൻ്റെ ന്യായോചിതമായ ഉപയോഗമെന്ന്. ഓക്കെ, അപ്പോൾ 3 ചോദ്യങ്ങളാണ് അവിടെ. ഒന്ന്, ന്യായപ്രമാണം നല്ലതാണോ? നമ്മൾ ഈ ഭാഗം വായിക്കുന്നതനുസരിച്ച് നമുക്ക് ഉത്തരം നൽകാൻ കഴിയുന്നത് നല്ലതെന്നാണ്. 2, സുവിശേഷത്തിന് അനുസാരമായതാണോ? അതും ആണ് എന്നാണ് അവിടെ കാണുന്നത്. എന്നാൽ പൗലോസ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ന്യായപ്രമാണം ഉപയോഗിക്കുമ്പോൾ അതിന് ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഈ ന്യായോചിതമായ ഉപയോഗം എന്താണ്? വേഗത്തിൽ ന്യായപ്രമാണത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ന്യായപ്രമാണം നല്ലതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും യെസ് ആൻഡ് നോ. നല്ലതാണ്, എന്നാൽ നല്ലതല്ല. നല്ലതാണോ? നല്ലത് ആണ്. നല്ലതല്ലേ? അല്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വേഗത്തിലൊന്ന് ചിന്തിക്കാം. ന്യായപ്രമാണത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. നോക്കുക, ന്യായപ്രമാണം ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? റോമർ 7:6. സി അവിടെ നമ്മൾ കാണുന്നത് ന്യായപ്രമാണം എന്നെ എന്ത് ചെയ്തിരിക്കുന്നു എന്നാ ഒന്നാമത് കാണുന്നത്. റോമർ 7:6. ന്യായപ്രമാണം എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? പിടിച്ചടക്കിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മെ ആരെങ്കിലും പിടിച്ചു വെക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്? നമ്മൾ സ്വാതന്ത്ര്യത്തോടെ നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആരും ഒരിക്കലും ബന്ധനം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ന്യായപ്രമാണം നമ്മളെ എന്ത് ചെയ്തിരുന്നു? ബന്ധിച്ചിരുന്നു, നമ്മളെ പിടിച്ചടക്കിയിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം നോക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഗലാത്യർ 3:10.
അടുത്ത് രണ്ടാമത് കാണുന്നത് ന്യായപ്രമാണം നമ്മളെ ആരാക്കി? ശാപഗ്രസ്തരാക്കി. ന്യായപ്രമാണം നമ്മളെ ശപിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ന്യായപ്രമാണം നമ്മളെ പിടിച്ചടക്കി, നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടമായി. ന്യായപ്രമാണ നിമിത്തം നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടമായി. 2, ന്യായപ്രമാണ നിമിത്തം നമ്മൾ ശാപത്തിന് കീഴിലായി. ഇനി 3, ഗലാത്യ ലേഖനം തന്നെ 3-ാം അധ്യായം 11-ാം വാക്യം വായിക്കാമോ? 11-ാം വാക്യം. ന്യായപ്രമാണത്താൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? നീതിമാനാകാൻ പറ്റില്ല. ന്യായപ്രമാണം പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്താലും ഒരിക്കലും ഞാൻ നീതിമാനാകുന്നില്ല. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ 3 പ്രശ്നങ്ങൾ നമ്മളവിടെ കണ്ടു. 4-ാമത്തെ ഒരു പ്രശ്നം കൂടെ വായിക്കാം. പല കാര്യങ്ങളുണ്ട്, വേഗത്തിൽ ഈ 4 കാര്യങ്ങൾ മാത്രം. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം വായിക്കാമോ? റോമർ 8:3. ന്യായപ്രമാണത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല? രക്ഷിപ്പാൻ കഴിയില്ല. ന്യായപ്രമാണം നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്നു. ന്യായപ്രമാണ നിമിത്തം നമ്മൾ ശാപത്തിന് കീഴിലാണ്. ന്യായപ്രമാണം എത്ര അനുസരിച്ചാലും നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല. ഇനി ന്യായപ്രമാണത്തിന് നമ്മളെ ഒട്ട് രക്ഷിക്കാനും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇനി പറ, ന്യായപ്രമാണം നല്ലതാണോ ചീത്തയാണോ? നല്ലതാണോ ചീത്തയാണോ? ഒരു തരത്തിൽ പറഞ്ഞാൽ ന്യായപ്രമാണം നമ്മെ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ന്യായപ്രമാണത്താൽ നമുക്കൊരു ഗുണവുമില്ല. ഒരു സൈഡ്, ഒരു വശം അതാണ്. ഓക്കെ. അപ്പോൾ ന്യായപ്രമാണം ശരിയാണോ, ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ഞാൻ ഇനിയും പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ പാടില്ല. അതിന് പൗലോസ് പറയുന്ന കാരണങ്ങളാണ് അവിടെ പറഞ്ഞത്. ന്യായപ്രമാണം നമ്മളെ ഒരിക്കലും സ്വാതന്ത്ര്യം നൽകുന്നില്ല, അത് നമ്മളെ പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്. ന്യായപ്രമാണം നമ്മളെ ഒരിക്കലും അനുഗ്രഹമുള്ളവരാക്കുന്നില്ല, നാം വീണ്ടും വീണ്ടും ശാപഗ്രസ്തരായിക്കൊണ്ടിരിക്കും ന്യായപ്രമാണത്തിന് കീഴിൽ. 3, ന്യായപ്രമാണത്താൽ നമുക്കൊരിക്കലും നീതീകരണം ലഭിക്കുന്നില്ല. 4, ന്യായപ്രമാണം ഒരിക്കലും നമ്മളെ രക്ഷയ്ക്ക് സഹായമല്ല. എന്നാൽ ഇനി ന്യായപ്രമാണം നല്ലതാണെന്ന് മനസ്സിലാക്കുന്ന 1-2 ഭാഗങ്ങൾ വേഗത്തിലൊന്ന് വായിക്കാം. റോമാലേഖനം തന്നെ 7-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കാമോ? റോമർ 7:7. എന്തുകൊണ്ടാണ് പൗലോസ് സുവിശേഷത്തിന് അനുസാരമായതാണ് ന്യായപ്രമാണമെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് പൗലോസ് ന്യായപ്രമാണം നല്ലതെന്ന് പറയാൻ കാരണം? എനിക്കും നിങ്ങൾക്കും പാപബോധം ഉളവാകാൻ തക്കവണ്ണം ന്യായപ്രമാണം ആവശ്യമായിരുന്നു. നോക്കുക, അതാണ് അവിടെ വായിക്കുന്നത്. ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. പാപമാണോ ചെയ്തുകൊണ്ടിരുന്നത്? അതെ. പക്ഷെങ്കിൽ അത് പാപമാണെന്നുള്ള ബോധം എന്നിൽ വരുത്തിയത് നിയമം വന്നപ്പോഴാണ്, ന്യായപ്രമാണം വന്നപ്പോഴാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ന്യായപ്രമാണം അതുകൊണ്ടാണ് അത് നല്ലത്. പാപബോധമില്ലാതെ നമുക്ക് രക്ഷയില്ല. നമുക്കറിയാം, ദൈവാത്മാവ് നമ്മളെ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അത് എന്തിൻ്റെ സഹായത്താലാ? ദൈവം നൽകിയിരിക്കുന്ന ന്യായപ്രമാണം. ദൈവത്തിൻ്റെ നീതിയുള്ള പ്രമാണം എന്തെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രമാണത്താൽ എനിക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്നു. അതിന് ന്യായപ്രമാണം ആവശ്യമാണ്. അപ്പോൾ അത് സുവിശേഷത്തിന് അനുസാരമായതാണെന്ന് അവിടെ നിന്ന് കാണാൻ കഴിയും. മറ്റു പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ വേഗത്തിൽ വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം. ഗലാത്യർ 3:24. ഓക്കെ. അവിടെ നമ്മൾ വായിക്കുന്നത്, നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് നമ്മെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കുള്ള ആവശ്യകത ബോധിപ്പിച്ച ഒന്നാണ് എന്താ? ന്യായപ്രമാണം. നമ്മൾ റോമർ 8 നമ്മൾ വായിച്ചു, ന്യായപ്രമാണത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവ് ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ച് ന്യായപ്രമാണം മുഴുവനും നിവർത്തിച്ചിട്ട് അവിടുന്ന് ക്രൂശിൽ മരിച്ചു. അങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരുവൻ ഉണ്ട് എന്ന് എന്നെ കാണിച്ചു തന്നത് എന്താ? ന്യായപ്രമാണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ന്യായപ്രമാണം നല്ലത് തന്നെ. അപ്പോൾ ന്യായപ്രമാണത്തെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്നാണ്. ഇനി ന്യായപ്രമാണത്തിൻ്റെ ആകെ തുക എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. റോമാലേഖനം തന്നെ 13-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. വേഗത്തിൽ അതുകൂടെ വായിച്ച് അങ്ങ് നിർത്താം. റോമർ 13:10 ഒന്ന് വായിക്കാമോ? നോക്കുക,
ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പോൾ എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ എന്ത് നിവർത്തിക്കുക? ന്യായപ്രമാണം നിവർത്തിക്കുക. അതിനെന്നെ ശക്തനാക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലുള്ള നീതീകരണം എനിക്ക് ലഭിച്ചിരിക്കെ ആ നീതി ലഭിച്ചവനായ ഞാൻ ആ നീതിയുടെ അടിസ്ഥാനത്തിൽ ന്യായപ്രമാണം അനുസരിക്കേണ്ടിയുണ്ട്. ഒരിക്കലും ഞാൻ നീതി ലഭിക്കുവാനായിട്ട് ന്യായപ്രമാണം അനുസരിക്കുകയല്ല. ഞാൻ നീതി ലഭിച്ചതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ നീതി എൻ്റെ നീതിയായി ദൈവം കണക്കിട്ടപ്പോൾ ഞാൻ നീതിമാനായിരിക്കെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളാണ് ഈ പ്രമാണത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ പ്രമാണം അനുസരിക്കുമ്പോൾ ഞാൻ ന്യായപ്രമാണം നിവർത്തിക്കുകയാണ്. ഏറ്റവും അത്യാവശ്യം എന്നിൽ ആവശ്യമായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നോക്കുന്നത് സ്നേഹമാണ്. ആ രണ്ട് കാര്യങ്ങൾ പൗലോസ് നേരത്തെ തന്നെ പറഞ്ഞു. ദുരുപദേഷ്ടാക്കന്മാർക്ക് അത് വിഷയമേ അല്ല. അവർക്ക് വിശ്വാസം വിഷയമല്ല, സ്നേഹവും വിഷയമല്ല. എന്നാൽ പൗലോസ് പറയുന്നത് വിശ്വാസവും സ്നേഹവും അത്യാവശ്യമാണ്. ആ വിശ്വാസം ഉളവാക്കുന്നതാണ് ദൈവവചനത്തിൻ്റെ ഉപദേശം. ആ സ്നേഹം ഉളവാക്കുന്നതാണ് ദൈവവചനത്തിൻ്റെ ഉപദേശം. ഈ ഉപദേശത്തിന് നാം ചെവി കൊടുക്കുമ്പോൾ ശരിക്കും നാം ന്യായപ്രമാണത്തെ ന്യായോചിതമായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയുന്നത് ന്യായപ്രമാണം ന്യായോചിതമായി ഉപയോഗിച്ചാൽ നല്ലതാണ്. എങ്ങനെയാണ് ന്യായോചിതമായി ഉപയോഗിക്കാൻ കഴിയുന്നത്? ക്രിസ്തുവിൻ്റെ പ്രമാണവും ന്യായപ്രമാണവും തമ്മിൽ വ്യത്യാസം വരുന്നത് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം നമ്മളെ കുറ്റം വിധിക്കുന്നു, എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രമാണം നമ്മെ നീതീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു നമ്മെ നീതീകരിക്കുന്നു, ന്യായപ്രമാണം നമ്മളെ കുറ്റം വിധിക്കുന്നു. എന്നാൽ നീതീകരിക്കപ്പെട്ട ശേഷമോ ക്രിസ്തുവിൻ്റെ പ്രമാണം ധാർമ്മികമായ മൂല്യങ്ങൾ നാം കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. എന്താ കർത്താവ് പറഞ്ഞത്? കർത്താവിനോട് വന്ന ഒരു ശിഷ്യൻ, ഒരു വ്യക്തി ചോദിച്ചത് ഏറ്റവും വലിയ കൽപ്പന എന്നാണ്, ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു. കർത്താവ് എന്താ പറഞ്ഞത്? എല്ലാത്തോടും കൂടെ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടി നീ ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ, അഥവാ കൂട്ടുകാരനെയും നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ ഒരു പ്രമാണത്തിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് 613 കൽപ്പനകൾ പഴയ നിയമത്തിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ 613 കൽപ്പനകളെ ദൈവം ഒന്നായിട്ടല്ല സംക്ഷേപിച്ചത്, പിന്നെ എന്തായിട്ടാണ്? രണ്ടായിട്ട്. ഒന്ന്, ദൈവത്തോടും സ്നേഹമുള്ളവനായിരിക്കണം. രണ്ട്, നിന്റെ സഹോദരനോടും സ്നേഹമുള്ളവനായിരിക്കണം. ഈ കൽപ്പനയിൽ ന്യായപ്രമാണം മുഴുവനും ഒതുങ്ങുകയാണ്. അപ്പോൾ ന്യായപ്രമാണം ഇന്ന് നമ്മൾ പാലിക്കേണ്ടിയുണ്ടോ? ഉണ്ട്. ഏതർത്ഥത്തിലാണ്? ക്രിസ്തു നമ്മോട് സ്നേഹം ആവശ്യപ്പെടുന്നത് പോലെ സ്നേഹിക്കുന്നവൻ കൊല ചെയ്യുവാൻ ആഗ്രഹിക്കുകയില്ല, വ്യഭിചാരം ചെയ്യുവാൻ ആഗ്രഹിക്കില്ല, മോഹിക്കുവാൻ ആഗ്രഹിക്കുകയില്ല, മോഷ്ടിക്കാൻ ആഗ്രഹിക്കില്ല, കള്ളസാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുകയില്ല, ദൈവത്തെ ബഹുമാനിക്കാതിരിക്കുകയില്ല, ദൈവത്തിൻ്റെ കൽപ്പനകളെ വെറുക്കുകയില്ല. അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവനായിരിക്കും. അങ്ങനെ നാം ന്യായപ്രമാണം അനുസരിക്കുന്നവരായിട്ട് തീരും. അതിന് ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്നത് സ്നേഹമാണ്. വരുന്ന ദിവസങ്ങളിൽ ദൈവസഭ തമ്മിൽ സ്നേഹമുള്ള ഒരു സഭയായി, ദൈവത്തോട് സ്നേഹമുള്ള സഭയായി, ക്രിസ്തുവിൻ്റെ പ്രമാണവും ന്യായപ്രമാണവും നമ്മിൽ ആവശ്യപ്പെടുന്നത് പോലെ ആ പ്രമാണങ്ങളെ നിവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നീതി ഉള്ളവരായിരിക്കെ തന്നെ ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ അനുസരിക്കുന്നവരായിട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഇടവരട്ടെ. കർത്താവ് അതിനുള്ള കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുന്നതാണ്.